ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് റേഷൻ വിതരണ രംഗത്ത് സ്മാർട്ട് PDF സംവിധാനം വരികയാണ്. നിലവിൽ സംസ്ഥാനത്തെ റേഷൻ കാർഡ് വിവരങ്ങളെല്ലാം സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള സെർവറിലാണുള്ളത്. എന്നാൽ സ്മാർട്ട് PDF സംവിധാനം അഥവാ സ്മാർട്ട് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വന്നതോടെ ഇനി സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കാർഡ് വിവരങ്ങളും കൂടാതെ റേഷൻ വിതരണ ക്രമീകരണങ്ങളും കേന്ദ്ര സർക്കാരിന്റെ സെർവർ നിയന്ത്രണത്തിലാകും. ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ എന്തൊക്കെയെന്നും ഇനി കേന്ദ്ര സർക്കാർ തീരുമാനിക്കും. ഏതെല്ലാം കാർഡുകൾക്ക് സൗജന്യ ആനുകൂല്യങ്ങൾ നൽകണം എന്ന കാര്യവും കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്ന അവസ്ഥയുണ്ടാകും. അതോടൊപ്പം നിലവിലെ റേഷൻ വിതരണം കൂടുതൽ വേഗത്തിലാകും. മാസത്തിലെ ആദ്യ ദിനങ്ങളിൽ തന്നെ റേഷൻ വിഹിതങ്ങൾ റേഷൻ കടകളിൽ എത്തിച്ചേരും. റേഷൻ സാധനങ്ങളുടെ ഗുണനിലവാരവും മെച്ചപ്പെടും. റേഷൻ കാർഡുകൾ ആധുനികവൽക്കരിച്ച് ഭക്ഷ്യ പൊതുവിതരണവും സംഭരണവും എല്ലാ സംസ്ഥാനങ്ങൾക്കും ഏകീകൃത രീതിയിൽ നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇപ്പോൾ കേരളത്തിലും നടപ്പാക്കാൻ പോകുന്നത്. ഇതോടെ കാർഡ് ഉടമകൾക്കുള്ള ഭക്ഷ്യവിഹിതം തീരുമാനിക്കുന്നതും മുൻഗണനാ കാർഡുകൾ അനുവദിക്കുന്നതിനുള്ള സംസ്ഥാനത്തിന്റെ അധികാരവും ഒക്കെ പരിമിതമാകും. റേഷൻ വിതരണത്തിൽ സംസ്ഥാന സർക്കാരിന് നിയന്ത്രണം ഉണ്ടാകില്ലെന്നും കേരളം പോലെ ഭക്ഷ്യ ഉൽപാദനം കുറഞ്ഞ സംസ്ഥാനത്ത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഇത് ഉണ്ടാക്കുമെന്നും മനസ്സിലാക്കിയാണ് ആദ്യഘട്ടത്തിൽ പദ്ധതിയോട് കേരളം മുഖം തിരിച്ചത്. എന്നാൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളും പദ്ധതിയോട് സഹകരിച്ചതുകൊണ്ട് തന്നെ കേരളം വലിയ സമ്മർദ്ദത്തിലാവുകയായിരുന്നു. സഹകരിച്ചില്ലെങ്കിൽ കേരളത്തിലെ മുൻഗണനാ വിഭാഗത്തിൽ വരുന്ന 1,54,00,000 ജനങ്ങളുടെ റേഷൻ ഭക്ഷ്യ വിതരണ ചിലവ് സംസ്ഥാനം ഏറ്റെടുക്കേണ്ടി വരുമെന്ന് കേന്ദ്ര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയതോടെയാണ് കേരളവും ഈ പദ്ധതിയിൽ ചേരാൻ തീരുമാനിച്ചത്. പദ്ധതിക്കായി നീക്കിവച്ച തുകയുടെ കേന്ദ്ര സംസ്ഥാന അനുപാതം 60-40 എന്ന രീതിയിലാണ്. 3 വർഷത്തിന് ശേഷം പദ്ധതി തുടർന്നു കൊണ്ടുപോകാനുള്ള ചിലവ് സംസ്ഥാനം കണ്ടെത്തണം. റേഷൻ മുൻഗണനാ ഉപഭോക്താക്കളുടെ ഡാറ്റ പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ അധീനതയിലാകും. ഇത് സംസ്ഥാന സർക്കാരിന്റെ വിവിധ സാമൂഹിക സുരക്ഷാ ക്ഷേമ പദ്ധതികളുടെ നടത്തിപ്പിനെ ബാധിക്കുമെന്ന ആശങ്കയും ഭക്ഷ്യവകുപ്പ് മുഖ്യമന്ത്രിയോട് അറിയിച്ചിട്ടുണ്ട്. റേഷൻ കടകളിലൂടെ മുൻഗണനാ കാർഡുടമകൾക്ക് നൽകുന്ന സൗജന്യ ഭക്ഷ്യദാനത്തിന് പകരം ഭാവിയിൽ അത് കാർഡുടമകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് സബ്സിഡി തുക നൽകുന്ന രീതിയിലേക്ക് എത്തുന്ന, അതായത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിലൂടെ കേന്ദ്രം ഇത് നേരിട്ട് തന്നെ ആളുകളുടെ അക്കൗണ്ടിലേക്ക് പണമായി നിക്ഷേപിക്കാനുള്ള സാധ്യതയുണ്ടെന്നും പറയുന്നു. ഇങ്ങനെ സംഭവിച്ചാൽ കേരളത്തിലെ ഏകദേശം 14,181 റേഷൻ കടകൾ അടിച്ചുപൂട്ടേണ്ടി വരുമെന്ന ആശങ്കയും സംസ്ഥാന സർക്കാരിനുണ്ട്. കേരളം ഈ പദ്ധതിയിൽ ഒപ്പുവച്ചിരിക്കുകയാണ്. ഇനി കേന്ദ്രത്തിന്റെ അധീനതയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ കീഴിലായിരിക്കും റേഷൻ കടകൾ വരുന്നത്. അതിനാൽ വരും വർഷങ്ങളിൽ മുൻഗണനാ റേഷൻ കാർഡുകൾ ലഭിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കുന്നത് കേന്ദ്ര സർക്കാർ ആയിരിക്കും. രാജ്യവ്യാപകമായി ഏക മാനദണ്ഡം നിശ്ചയിക്കുമ്പോൾ ജീവിത നിലവാരത്തിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിൽ മുൻഗണനാ കാർഡുകളുടെ എണ്ണം കുറയുകയും ഇതോടെ നിലവിലുള്ള ഭക്ഷ്യവിഹിതം കുറയുമെന്നും വെട്ടിക്കുറക്കുമെന്നും കേരളം ആശങ്കപ്പെടുന്നുണ്ട്. മുൻഗണനാ കാർഡുടമകളുടെ പൂർണ്ണ നിയന്ത്രണം കേന്ദ്രം ഏറ്റെടുക്കുന്നതോടെ ഭാവിയിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അപ്രസക്തമാകും. കരാർ ദിവസവേതന അടിസ്ഥാനത്തിൽ വകുപ്പിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ജോലി നഷ്ടമാകും. നിലവിലുള്ള റേഷൻ കടകളുടെ പ്രവർത്തന രീതിയിലും അതിന്റെ എല്ലാ മേഖലകളിലും മാറ്റം വരുത്തുന്നതിലേക്കാണ് സ്മാർട്ട് PDF സംവിധാനം രംഗപ്രവേശം ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക.